ദിശ വ്യക്തമാണെന്നും സീറ്റുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കായാണ് കാത്തിരിക്കേണ്ടതെന്നും ഞാൻ പലതവണ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തുമ്പോഴും ദിശ അതുപോലെ തന്നെയാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഈ പറയുന്ന NDA മുന്നണിക്കാണ് സീറ്റിൻ്റെ എണ്ണത്തിൽ മുൻതൂക്കം. ഇന്ത്യ മുന്നണി വളരെ അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ ആവേശോജ്വലമായി അവരും 200 മറികടന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളാണ് വ്യത്യസ്തമായ വോട്ടിംഗ് പാറ്റേണിലൂടെ ഇത്തരമൊരു പുതിയ ചരിത്രം രചിച്ചു നിർത്തിയിരിക്കുന്നത്. തീർന്നിട്ടില്ല. ഇനിയും ഏതാണ്ട് 100ഓളം സീറ്റുകളിൽ രണ്ട് മുന്നണികൾക്കും തുല്യമായി 10,000 വോട്ടിൽ താഴെ ഭൂരിപക്ഷമുള്ള സീറ്റുകളുണ്ട് എന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വിവരങ്ങൾ. കാത്തിരിക്കേണ്ടി വരും കുറച്ചുകൂടി. ഒരുപക്ഷെ നിങ്ങളിത് കാണുമ്പോഴേക്കും വ്യക്തമായെന്നും വന്നേക്കാം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എല്ലാ തരത്തിലുള്ള എക്സിറ്റ് പോളുകളെയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ആ എക്സിറ്റ് പോളുകൾ അത് കേവലം ദിശാസൂചിക മാത്രമായിരുന്നുവെന്നും അതിൽ അവർ പ്രവചിച്ച അക്കങ്ങളും ഗണിതങ്ങളും ഗുണിതങ്ങളും ഒന്നുമായി ഇന്ത്യയിലെ ജനവിധിക്ക് ഒരു ബന്ധവുമില്ലെന്നും തെളിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 300-നടുത്ത് സീറ്റുകളുമായി NDA മുന്നണിയും 220-ന് ചുറ്റുമായി ഇന്ത്യ സഖ്യവും നിലകൊള്ളുന്നത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞിരുന്നു ഇതൊരു ദിശാസൂചികയാണ് എന്നുള്ള കണക്കിൽ വേണമെങ്കിൽ മനസ്സിലാക്കാം. അതിനപ്പുറത്ത് ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ ഈ അക്കങ്ങൾ എണ്ണങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും വ്യക്തമായിരുന്നില്ല. എൻ്റെ ഒരു ദേശീയ തലത്തിൽ ഒരുപാട് മീഡിയകൾക്ക് ഡേറ്റ അനലൈസ് ചെയ്ത ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു വാട്സപ്പ് സന്ദേശത്തിൽ അദ്ദേഹം ഒരു 4 ദിവസം മുമ്പ് അയച്ച സന്ദേശം എൻ്റെ മൊബൈലിലുണ്ട്. 260 അല്ലെങ്കിൽ 250-ൽ താഴെ എന്നാണ് അദ്ദേഹം BJPയുടെ സീറ്റ് പ്രവചിച്ചത്. ഈ 330-ഉം 400-ഉം കാണുമ്പോഴെല്ലാം അദ്ദേഹം ആ സംഖ്യയിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ഇത്രയേറെ എക്സിറ്റ് പോളുകൾ കത്തിപ്പടർന്നിരിക്കുന്ന വേളയിൽ കേവലം ഒരു വാർത്ത ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് വിശകലനം ചെയ്യുന്ന ഒരാൾ ആ നമ്പറുകളുമായി വരുന്നത് ഒരു സാഹസികമാകുമെന്നും തമാശയാവുമെന്നും ഓർത്താണ് ഞാൻ മൗനം പാലിച്ചത്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതേ എണ്ണത്തിലാണ് എന്നതാണൊരു സത്യം. അതിൻ്റെ സ്വാഭാവികമായ സംഗതി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് UP തിരിച്ചടിച്ചതാണ്. അതോടൊപ്പം മഹാരാഷ്ട്രയും ഹരിയാനയും ഒപ്പം നിന്നതാണ്. രാജസ്ഥാൻ ഇന്ത്യ മുന്നണിയെ അത്ഭുതപ്പെടുത്തിയതാണ്. എന്നാൽ ഇന്ത്യ മുന്നണിയെ നിരാശപ്പെടുത്തിയത് ബീഹാറാണ്. തേജസ്വി യാദവ് കൂട്ടുകെട്ട് വലിയ ഫലങ്ങളുണ്ടാക്കും എന്ന് വിചാരിച്ചെങ്കിലും അവിടെ ദേശീയ തെരഞ്ഞെടുപ്പിന് മറ്റൊരു കാഴ്ചപ്പാടോടുകൂടി ആളുകൾ വോട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. NDA മുന്നണിയെ വലിയ ഒരു തകർച്ചയിൽ നിന്ന് കരകയറ്റിയത് ആന്ധ്രയും ഒഡീഷയും ഡൽഹിയുമൊക്കെയാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഈ ഊഴത്തിൽ തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒറ്റക്കക്ഷി പോലും ആകാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്തിമമായി എല്ലാം വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ പറയാം. എന്നാലും ഗ്രാമീണ ഇന്ത്യ തിരിച്ചടിച്ചു എന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ BJPക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിലും ബാക്കിയുള്ള നഷ്ടങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്.